പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തത്? നോർവീജിയൻ മാധ്യമ പ്രവർത്തക ഹെല്ലാലിങ്ങിന്റെ ഈ ചോദ്യത്തിന് അവർ നൽകേണ്ടി വന്ന വില കടുത്ത സൈബർ ആക്രമണവും ഒപ്പമായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ സസ്പെൻഷനുമാണ്. യൂറോപ്പ് സന്ദർശനത്തിനിടയിൽ നോർവേയിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിനെ അവഗണിച്ചുകൊണ്ട് വേദി വിടുന്ന നരേന്ദ്രമോദിയും അവിടെ ഉച്ചത്തിൽ ഉയർന്ന ഒരു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യവും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നോർവേ. ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് മോദി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തെ അവഗണിച്ച് വേദി വിടുന്നത്. പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതും ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതും ഇന്ത്യയിൽ കിട്ടാക്കനിയാണ്. തന്റെ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനെ കുറിച്ച് ഹെല്ലാലിംഗ് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ കൊടുക്കേണ്ടി വന്ന ഏറ്റവും കുറഞ്ഞ വില ഇതാണെന്നാണ്. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്ന അക്കൗണ്ടുകളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്ന അക്കൗണ്ടുകൾ പൂട്ടിക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞത് ട്വിറ്ററിന്റെ മുൻ CEO തന്നെയാണ്. വിവാദത്തിന് പിന്നാലെ ഓസ്ലോയിൽ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹെല്ലാലിങ്ങിനെ ക്ഷണിച്ചപ്പോഴും അവർ ചോദിച്ചത് ഞങ്ങൾ നിങ്ങളെ എന്തിനു വിശ്വസിക്കണമെന്നാണ്. ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ കഴിയുമോ എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഗോദി മീഡിയയോട് അവർ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. 180 രാജ്യങ്ങളടങ്ങിയ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 151-ാം റാങ്കിൽ നിന്ന് 157-ാം റാങ്കിലാണ് ഇന്ന് ഇന്ത്യ. എന്ന് വെച്ചാൽ യുദ്ധം നടക്കുന്ന പലസ്തീനേക്കാൾ താഴെയാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ റാങ്ക്. ഒപ്പം ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് മാധ്യമ പ്രവർത്തകരുടെ ജോലിയെന്നും അതൊരു ഓർമ്മപ്പെടുത്തലാണ്. മാധ്യമ പ്രവർത്തനം എന്നാൽ ഭരണകൂടത്തിനോട് നിരന്തരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നതാണെന്ന്. അതിനു വേണ്ടിയാണ് ഇവിടെ മാധ്യമ പ്രവർത്തനവും മാധ്യമ പ്രവർത്തകരും. ഇന്ത്യ എന്നോ മറന്നുപോയ ജനാധിപത്യത്തിന്റെ ആ 4-ാം തൂണിനെയാണ് ഒരു നോർവീജിയൻ മാധ്യമ പ്രവർത്തക ഇന്ന് ലോകത്തിനെ സാക്ഷി നിർത്തി നമ്മളോട് പറയുന്നത്. അതൊരു താക്കീത് കൂടിയാണ്. ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് നമുക്കിനി അധിക ദൂരം ഇല്ലെന്ന താക്കീത്.